അല്ല, ഇത് പരീക്ഷണത്തിന്റെ അവസാന ഘട്ടം. അദ്ദേഹം ഉടൻ സ്വയം വെളിപ്പെടുത്തിയില്ല. അവരുടെ മനസ്സു മാറിയോ എന്ന് പരിശോധിക്കാൻ ഒരു പദ്ധതിയുമായി മുന്നോട്ടുപോയി. അവരുടെ സഹോദരനായ ബിന്യാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവരുടെ ഹൃദയം ഇപ്പോഴും കഠിനമാണ്, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ? കനാനിൽ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാം ഇപ്പോ വരെ യോസഫിന്റെ വേർപാടിൽ കരയുകയാണ്. ഖുർആൻ പറയുന്നു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദുഃഖത്തിന്റെ വെളുത്തുപോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ദുഃഖം അള്ളാഹുവിനോട് പരാതിപ്പെടുന്നു എന്നത് സബറിന്റെ പരമാവധി. അവസാനം യൂസഫ് അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, യൂസഫിനോടും അവന്റെ സഹോദരനോടും നിങ്ങൾ എന്തു ചെയ്തു? അവർ ഞെട്ടി. നീ യോസഫാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ യോസഫാണ്, ഇതെന്റെ സഹോദരൻ. ഇപ്പോൾ അദ്ദേഹത്തിന് പക വീട്ടാൻ അധികാരമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കുമേൽ കുറ്റമില്ല, അല്ലാഹു നിങ്ങളെ ക്ഷമിക്കട്ടെ. ഇത് മനുഷ്യചരിത്രത്തിലെ മികച്ച ക്ഷമകളുടെ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അവസാനം കുടുംബം ഈജിപ്തിലേക്ക് വന്നു. മാതാപിതാക്കൾ അദ്ദേഹത്തെ ആദരിച്ചു, സഹോദരന്മാരും ആദരിച്ചു. ബാല്യത്തിലെ സ്വപ്നം ഇപ്പോൾ പൂർത്തിയായി. 11 നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എല്ലാം സാഷ്ടാംഗം.